ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടത് ഒരു പാനെടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം, കടുക് പൊട്ടിക്കാം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ട് കറിവേപ്പില ഇടാഞ്ഞത്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി അത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, മഞ്ഞൾ പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പിണ്ടിയാണ്. പിണ്ടി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു നാരുണ്ട്, അത് നമ്മൾ കയ്യെ ചുറ്റി ഇങ്ങ് മാറ്റണം. അത്രയേ ഉള്ളൂ. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പിണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അരിയാവുന്നതാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് 3-4 ദിവസം വെച്ചിരുന്നിട്ട് ഉപയോഗിക്കാനാണ് ടേസ്റ്റ്. പിന്നെ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. ഒരു ഇച്ചിരി നേരം ഇളക്കണം. എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പിണ്ടി ഇന്നിപ്പം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കട്ടി തോന്നും. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അച്ചാർ